ഇന്നത്തെ വീഡിയോയിൽ ഓട്ടോമാറ്റിക് ബട്ടൺ ഹോൾ ഫൂട്ടർ ഉപയോഗിക്കാതെ എങ്ങനെ ഒരു മാനുവലി ആയിട്ട് നമുക്ക് ഈ ഒരു മെഷീനിൽ ബട്ടൺ ഹോൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കാണിക്കാൻ കാരണം ഒരുപാട് പേര് കമന്റിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ഒരു ബട്ടൺ ഹോൾ ഉണ്ടാക്കുക എന്നുള്ളതും, അതുപോലെ അവരുടെ ഫൂട്ടർ വർക്ക് ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഫൂട്ടർ ഉപയോഗിക്കാതെ തന്നെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഹോള് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബട്ടൺ എടുത്തിട്ടുണ്ട്. ഏത് സൈസിലുള്ള ബട്ടണും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ചൊരു വലിയ സൈസിലുള്ള ബട്ടണാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലോത്തിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ട് എൻഡും ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്ട്രൈറ്റ് ലൈന് വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സിഗ്സാഗ് സ്റ്റിച്ചാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ സെലക്ടർ സി ആണ് ചൂസ് ചെയ്യുന്നത്. ഇത് സിഗ്സാഗ് സ്റ്റിച്ചിൻ്റെ സെലക്ടറാണ്. ലെങ്ത് വരുന്നത് ഈ ഒരു ബട്ടൺ ഹോളൊക്കെ വരുന്ന അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു 0 to 1 ഇടയിലാണ് വരുന്നത്. തിക്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 0ന്റെ ക്ലോസ് ആയിട്ട് വെക്കാം. തിക്നെസ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു 1ന്റെ ഒരു മിഡിലായിട്ടോ അല്ലെങ്കിൽ 1ന്റെ ക്ലോസ് ആയിട്ട് നമുക്ക് വെക്കാം. ഞാനിവിടെ 1ന്റെയും ഈ ഒരു 0.5ന്റെ ഒക്കെ മിഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ 3ന്റെയും 2ന്റെയും മിഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. വിഡ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 5ലേക്ക് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. വിഡ്ത്ത് കുറഞ്ഞു നിൽക്കുന്നതായിരിക്കും ബട്ടൺ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഈ ഒരു മേലെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിലായിട്ട് സൂചി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് സൂചി ഇതുപോലെ ഒന്ന് ഇറക്കിയിട്ട് ഇതിൻ്റെ വിഡ്ത്തൊന്ന് നോക്കാം. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. താഴേക്ക് ഈ ഒരു പോയിന്റ്, ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് നമ്മൾ ഈ ഒരു പോയിന്റിന്റെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൂചി നിർത്തേണ്ടത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ്. അതായത് ഈ സ്റ്റിച്ചിന്റെ പുറത്തെ സൈഡിലേക്കായിട്ട് സൂചി നിർത്തുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. 2 or 3 സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇത്രയും ചെറിയൊരു വിഡ്ത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം സൂചി പുറത്തെ സൈഡിൽ തന്നെ കുത്തി നിർത്തിയിട്ട് ക്ലോത്ത് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ചിന്റെ പുറത്തെ സൈഡിലേക്കാണ് സൂചി കുത്തി നിർത്തുന്നത്. അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്തെടുക്കാം. നേരത്തെ ആ സ്റ്റിച്ചിങ് തുടങ്ങിയ ആ ഒരു ഭാഗത്തേക്ക് ആ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. എന്താ ഇതിന്റെ സെന്റർ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ സ്റ്റിച്ചിൽ തട്ടാതെ മെല്ലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇന്നിപ്പോൾ ഒരുപാട് ബട്ടൺ ഹോൾ ഉണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് 1 or 2 ഒക്കെ നമ്മൾ കുർത്തിയുടെ ഒക്കെ ടോപ്പിലൊക്കെ ബട്ടൺ ഹോൾ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഈസി മെത്തേഡാണ് ചെയ്യാൻ. ഇതിപ്പോൾ ഏതൊരു ബട്ടന്റെ സൈസിൽ നമുക്ക് ചെയ്തെടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾക്കും അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോകൾക്കൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.